സ്വാഭാവികമായും ബീഫ് എന്നൊരു വിഷയം ആവശ്യപ്പെടുന്നതിലപ്പുറം ഉള്ള ചർച്ച ഇവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞു. വർഷങ്ങളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ബീഫ് ഉപയോഗിക്കുന്നു, ബീഫിനെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബീഫ് എന്നൊരു രാഷ്ട്രീയം വരുമ്പോൾ ഈ ബീഫ് വെട്ടുന്നവരും അത് കഴിക്കുന്നവരും അതിനെ കാണുന്നത്? മലപ്പുറം മോജോ അന്വേഷിക്കുന്നു. ഇന്നത്തെ മലപ്പുറം മോജോ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇത്തവണ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്നത് ബീഫ് രാഷ്ട്രീയമാണ്. മലപ്പുറത്തുകാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മലപ്പുറം ടൗണിന് സമീപമുള്ള വടക്കേ മണ്ണയിലെ ഒരു വലിയ ബീഫ് കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബീഫ് കടയിൽ നാസർക്ക എന്ന് പറയുന്ന കച്ചവടക്കാരനാണ്. വർഷങ്ങളായി അദ്ദേഹം ബീഫ് കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം മലപ്പുറത്തുകാരുടെ ഒരു ബീഫ് കമ്പത്തെക്കുറിച്ചും, അതായത് ഇത് ഇവിടെ ഒരു ചർച്ചയാക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതിനെ കുറിച്ചും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. നാസർക്ക, എത്ര കാലമായി ഇവിടെ ഈ കച്ചവടം നടത്തുന്നു? ഇവിടെ ഞാൻ 15 കൊല്ലം. ഈ മലപ്പുറത്ത് ഇപ്പോൾ നല്ല ബീഫ് കിട്ടാനില്ല എന്നാണ് BJP സ്ഥാനാർത്ഥിയായ ശ്രീപ്രകാശ് പറയുന്നത്. അവർ വെറുതെ പറയാം. ബീഫ് നല്ല ബീഫ് ഞങ്ങളോട് നാട്ടിൽ പോയിട്ട് പോത്തുമുട്ടികള് മിനിമം എല്ലാവരും അറുത്ത് വെട്ടാൻ പോത്തുമുട്ടികളെ നല്ല നല്ല പോത്തുമുട്ടികൾ അറുത്ത് പോറ്റിയിട്ട് ഓരോ വീട്ടിൽ പോറ്റിയിട്ട് ഞങ്ങൾ അറുക്കുന്നുണ്ട്. ആ 3 എണ്ണം 4 എണ്ണം പോറ്റിയിട്ട് ഞങ്ങൾ അറുക്കുന്നുണ്ട്. ഞങ്ങൾ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും കാലി ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ വാങ്ങുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് പോത്തുമുട്ടികളെ ഇറക്കുന്നുണ്ട്. അത് ഞങ്ങൾ നാട്ടുകാരെ ആ സാധനം കണ്ടിട്ട് അതിൻ്റെ കമ്പത്തിനനുസരിച്ച് വന്നുകൊണ്ട് കടയിൽ തിരക്കി വാങ്ങണം. അതവരെന്തോ എനിക്ക് പറഞ്ഞിട്ട് എനിക്കറിയാം, അതിനെ പറ്റി അറിയില്ല. നല്ല ബീഫ് കിട്ടാൻ ചാന്ന് അവരെ കഴിക്കാത്തോണ്ടായിരിക്കും പറയുന്നത്, എനിക്കറിയില്ല. ശ്രീപ്രകാശ് വരികയാണെങ്കിൽ ഏട്ടൻ കുറച്ച് ബീഫ് കൊടുക്കാനുള്ള നമ്മൾ കാശൊന്നും ആർക്കും കൊടുക്കും. ഇപ്പൊ 200 രൂപ ആൾക്കാർ ബീഫ് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ കാശൊന്നാലും ആർക്കും കൊടുക്കും, നമ്മൾ ആളെ നോക്കൂല. ഈ ബീഫ് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ സത്യത്തിൽ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നും വ്യക്തമായി എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ പറയില്ല. കാരണം മലപ്പുറത്ത് ഇപ്പം നമുക്ക് ഞങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബീഫില്ല ഞാൻ കജൂല. എന്നാൽ ഈ ബീഫ് നിർത്തിയാലും മനുഷ്യനിലും അറുത്ത് തിന്നു. അങ്ങനെ രുചിച്ച് തിന്ന് ശീലമായതാണ്. ഇവിടെ കല്യാണത്തിന് ഞങ്ങളെ പിന്നെ പ്രത്യേക പരിപാടിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിർത്തലാക്കൂല. അത് വീട്ടിൽ പോറ്റിയിട്ട് ഞങ്ങളങ്ങനെ അറുക്കും. സാധനം പുറത്തുനിന്ന് വരുന്നില്ലെങ്കിൽ അറുക്കും. അതിനെല്ലാവർക്കും വീടും സംവിധാനം വെള്ളമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ പോറ്റിയിട്ട് അറുത്ത് അങ്ങനെ തിന്നു. പ്രിയമുള്ള സാധനമാണ്. ഇവിടെ വരുന്നവരോട് ആരോടെങ്കിലും ഇത് സംബന്ധിച്ച പ്രതികരണം എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നോ? ബീഫ് സംബന്ധിച്ച് ഇപ്പൊ അതായത് ഇത്തരം പ്രസ്താവനകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചോദിച്ചിരുന്നോ? ആളുകൾ എന്തെങ്കിലും പറയുകയുണ്ടായോ? ആളുകൾ നല്ല അഭിപ്രായം ഒന്നും പറയില്ല. അവർക്ക് ധാരാളം ബീഫ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ താന്ന വിലക്കാണ് അവിടെ ബീഫ് കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ല അവിടെയൊക്കെ 300-350 തിരുവനന്തപുരത്തേക്ക് വില കൊടുത്ത് 200 രൂപക്കാണ് ബീഫ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടെ കാലി കിട്ടുന്നത് അതിൻ്റെ ലെവലിൽ കിട്ടുന്നതാണ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കന്ന് ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പുറത്തെ കന്ന് ഞങ്ങൾ വാങ്ങലുമില്ല. ഇവിടെ വാങ്ങാൻ വേണ്ടി നിരവധി ആളുകളാണ് നാസർക്കയുടെ കടയിൽ ഇപ്പോഴും എത്തിയിരിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ച സമയത്തിലാണ് അദ്ദേഹം. ഈ വാങ്ങാൻ വന്നവരുടെ ഒരു പ്രതികരണങ്ങൾ കൂടി നമുക്ക് ആരായാം. ഇവിടെ ബീഫ് ചർച്ചയാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന കാര്യം കൂടെ നമുക്ക് ഇവരോട് ആരായാം. ചേട്ടാ, ബീഫ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ഈ സ്ഥാനാർത്ഥികളൊക്കെ പറയുന്നത് മലപ്പുറത്ത് ഒരു നല്ല ബീഫ് കിട്ടാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇവിടെ നല്ല ബീഫ് എന്നും കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ 10-15 ചേട്ടൻ എന്താ തോന്നുന്നത്? ഇത്തരം ഒരു ഇങ്ങനെ ഈ മലപ്പുറത്തെ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പായിട്ടല്ല ഞങ്ങൾ ചേട്ടൻ എവിടെ വന്നത്? കൊണ്ടോട്ടിന്നാണോ? കൊണ്ടോട്ടിയിലാണ് വീട്. ഇവിടെയാണ് വീട് വരുന്നതാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ബീഫ് നമ്മൾ ഇവിടുന്ന് വാങ്ങും, കഴിക്കും. അതിന് ഡെയിലി ബീഫ് വാങ്ങുന്ന ആളാണ്. ബീഫ് വാങ്ങിയിട്ട് കഴിക്കുന്നതാണ്. മലപ്പുറത്ത് ഇതൊരു വലിയ സംസാര വിഷയമാക്കേണ്ടതുണ്ടോ? മലപ്പുറക്കാരാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്ന ആൾക്കാർ. കോഴിയായാലും ബീഫായാലും എന്തായാലും കൂടുതൽ തിന്നത് മലപ്പുറക്കാരാണ്. സാപ്പാടാണ് മുഖ്യം. അതാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം. വേറെ ഒന്നുമില്ല. ജോലി ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ഭക്ഷണമാണ് ഞങ്ങളുടെ മെയിൻ. അതിന് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യും. ബീഫ് വാങ്ങും. ഇഷ്ടപ്പെട്ട സാധനമാണ് ബീഫ്. ബീഫാണ് കൂടുതൽ തിന്നുക. ഞങ്ങൾക്ക് ഇറച്ചി മീനില്ല ഒരു പരിപാടി നടക്കില്ല. വേണം, മീനും വേണം. ഈ ബീഫ് നിരോധിക്കുക അല്ലെങ്കിൽ അത് ഒരു സംസാര വിഷയമാക്കുക, അത്തരം ഒരു ട്രെൻഡ് ഇപ്പൊ കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മളെന്താ പറയുന്നത്? നമ്മളിവിടെ ബീഫ് എഴുന്നേലും കൊടുത്തിട്ടെങ്കിലും ബീഫ് കൊടുത്തിട്ട് ഉണ്ടാക്കും. അതെന്തായാലും ഞങ്ങൾ കഴിക്കും. അതിനിപ്പോ ഏത് മതക്കാരായാലും ഇവിടെ ബീഫിന് പല ജാതി ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ബീഫ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ബീഫ് കഴിക്കുന്നത്. ഫ്രണ്ടിന് കൂട്ടുകാരുണ്ട്. ക്രിസ്ത്യൻ സമുദായം
ഞായറാഴ്ച ഇവിടെ വന്നിട്ട് ഫ്രഷ് ബീഫ് ഇവിടെ കിട്ടുന്ന പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ട് അവർ പോകുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ കുറേ ഉണ്ട്. എല്ലാവരും കഴിക്കണം. ഒരുവിധ ആൾക്കാർ മൊത്തം ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ബീഫ് വാങ്ങാനായിട്ട് വരുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ കഴിക്കലുണ്ട്. ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബീഫ് കഴിക്കും. ആദ്യം ചോദിക്കല് ബീഫാണ്. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ബീഫ് നിർത്തലാക്കിയ മലപ്പുറത്തേക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ തീർച്ചയായും ഏത് ഗവൺമെന്റ് ഇവിടെ ഭരിച്ചോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ബീഫിന്റെ കാര്യം നിർത്തലാക്കിയത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും എവിടെ ഞങ്ങൾ പറയും. മലപ്പുറത്ത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമായിക്കോട്ടെ, എന്ത് തെരഞ്ഞെടുപ്പ് ചർച്ചകളായിക്കോട്ടെ, ബീഫ് നിരോധിച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും, തങ്ങളുടെ ഭക്ഷണത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയത്തിനും തങ്ങൾ അനുകൂലിക്കുന്നില്ല. ഏത് രാഷ്ട്രീയക്കാർ വേണമെങ്കിലും രാജ്യം ഭരിച്ചോട്ടെ, ബീഫ് ഒഴിവാക്കുക, അതായത് ഭക്ഷണ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് തന്നെയാണ് മലപ്പുറത്തുള്ളവർ തുറന്നു പറയുന്നത്. ഈ ബീഫ് കടയിൽ നിന്നുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞത്. മലപ്പുറം മോജോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.